വെൽക്കം ടു മൈ ചാനൽ ഹയ. ഈ കാണുന്ന 3 ടയറിലുള്ള സ്ട്രാപ്പോട് കൂടിയുള്ള സമ്മർ ഡ്രസ്സാണ്. എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. 6 to 12 മന്ത്സിൻ്റെ ബേസിക് മെഷർമെൻറ്റിലാണ് ഞാൻ ഇവിടെ ഫ്രോക്ക് തയ്ക്കാൻ പോകുന്നത്. ഇതാണ് ഫ്രോക്കിൻ്റെ ഏകദേശം പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് മേലൊരു ചെറിയ യോക്ക്, താഴേൽ 3 ടയർ, 1 2 3 3 ടയർ ലെയറായിട്ടാണ് ഫ്രോക്ക് ചെയ്യുന്നത്. പിന്നെ ഷോൾഡറിൽ സ്ട്രാപ്പാണുള്ളത്. ആം ഹോള് ബയാസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ഡ്രസ്സിൻ്റെ ഫ്ലാറ്റ് ഇമേജ്. ഫ്രണ്ട് ബോഡി പാർട്ട്, ബാക്ക് ബോഡി പാർട്ട്, ഷോൾഡർ ഇല്ലാത്ത ബോഡി പാർട്ടാണ് വേണ്ടത്. ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 19 ഇഞ്ചാണ് ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. യോക്ക് അഥവാ ബോഡി പോർഷൻ വരുന്നത് 4 ഇഞ്ചാണ്. ബാക്കി വരുന്ന 15 ഇഞ്ചിന് ഞാൻ ഈക്വലായിട്ട് 3 ടയറായിട്ട് ഈക്വൽ പാർട്ടായിട്ട് 5 ഇഞ്ചിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ടയറും 5 ഇഞ്ച് ലെങ്ത്തിലുള്ള പീസായിട്ടാണ് എടുക്കേണ്ടത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് അടക്കം 6 ഇഞ്ച് ലെങ്ത്തിലുള്ള 3 ടയർ പീസസാണ് ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ ഫസ്റ്റ് ടയർ 16 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് ഫസ്റ്റ് ടയറിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതായത് സിംഗിൾ സൈഡാണ്. സെക്കൻഡ് ടയർ 32 ഇഞ്ചസിലാണ് എടുത്തിട്ടുള്ളത് സിംഗിൾ സൈഡ്. തേർഡ് ടയർ 52 ഇഞ്ചസിലാണ് എടുത്തിട്ടുള്ളത്. സിംഗിൾ സൈഡാണ്. ഡബിൾ സൈഡ് വരുമ്പോൾ 2 സൈഡിലേക്കും കൂടെ വരുമ്പോൾ ഇതിൻ്റെ നേരെ ഡബിൾ വരും. ഈ കാണുന്ന പ്രിൻറ്റഡ് കോട്ടണിലാണ് ഞാൻ ഫ്രോക്ക് തയ്ക്കാൻ പോകുന്നത്. ഇതൊരു 1 മീറ്റർ നീളത്തിലുള്ള മെറ്റീരിയലാണ്. വീതി 45 ഇഞ്ചാണ്. ഇനി ഷോൾഡർ ഇല്ലാതെ എങ്ങനെയാണ് ബോഡീസ് ഞാൻ കട്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഞാൻ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4 മടക്കായിട്ട് തുണി ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 6 to 12 മന്ത്സിൻ്റെ ബേസിക് ബോഡീസ് ബ്ലോക്കാണ്. ഇത് വെച്ച് ട്രേസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഷോൾഡറും ബാക്കി ലെങ്ത്തൊക്കെ കട്ട് ചെയ്ത് കളയുന്നത്. മേലിൽ കുറച്ച് ഗ്യാപ്പ് വിട്ട് ബോഡീസ് ഞാൻ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഈ ബോഡീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ട്രേസ് ചെയ്ത ബോഡീസ് ഇച്ചിരി ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഷോൾഡറും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 2 ഇഞ്ച് ഷോൾഡർ നമുക്ക് ആവശ്യമില്ല. ഇതിന് പകരം മേലോട്ടേക്ക് സ്ട്രാപ്പാണ് വരുന്നത്. ആ പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്ത പോയിൻ്റ് ഞാനൊരു ലൈനായിട്ട് ജോയിൻ ചെയ്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഷോൾഡർ വരുന്നത്. പക്ഷേ ഇത് ഫോൾഡ് ചെയ്ത് അടിക്കാൻ വേണ്ടി മേലോട്ടേക്ക് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തയ്യൽ തുമ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോളിനും ഞാൻ ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. ആം ഹോൾ ഇത്രയ്ക്ക് ഇങ്ങ് കയറി വരണ്ട. ആം ഹോളിന് ഞാനൊരു 1/2 ഇഞ്ചിൽ ഇതുപോലെ കുറച്ചും കൂടി വൈഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ യോക്കിൻ്റെ ലെങ്ത്തും കൂടെ നമുക്കൊന്ന് കുറക്കാം. ഞാൻ ബോഡീസ് ബ്ലോക്കിൻ്റെ ലെങ്ത്ത് കാണിച്ചു തരാം. ബോഡീസ് ബ്ലോക്ക് ഒരു 5.5 ഇഞ്ചിലാണ് ഈ ബോഡീസ് ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയൊന്നും യോക്കിൻ്റെ ലെങ്ത്ത് വേണ്ട. നമുക്കൊരു 4 ഇഞ്ച് മതി. ഷോൾഡർ അടക്കം 4 ഇഞ്ച് മതി യോക്കിൻ്റെ ലെങ്ത്ത്. ഇത് ഞാൻ ബോഡീസ് നേരത്തെ ട്രേസ് ചെയ്ത് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ നേരത്തെ മാർക്ക് ചെയ്ത് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് 4 ഇഞ്ച് ഞാൻ ബോഡിയുടെ ലെങ്ത്ത് ഇപ്പോൾ വേണ്ടുന്ന യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അതിൻ്റെ താഴോട്ട് ആഡ് ചെയ്യണം. ഞാൻ ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് അടക്കം മാർക്ക് ചെയ്ത് ആ പോയിൻ്റ് ഞാൻ ഇതുപോലെ സ്കെയിൽ വെച്ച് വരയുന്നുണ്ട്. ഇനി ഞാൻ ഈ ബോഡീസ് ചെയ്യുന്നത് സാധാരണ കറക്റ്റ് മെഷർമെൻറ്റിലാണ്. അതായത് സൈഡ് സീം ഇല്ലാതെയാണ് ഈ പാറ്റേൺ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ മെറ്റീരിയലിൽ സൈഡ് സീം ആഡ് ചെയ്തിട്ട് വേണം. ഇതുപോലെ ഞാൻ 1 ഇഞ്ചിൽ സൈഡ് സീം ആഡ് ചെയ്തിട്ടാണ് ഇനി ഈ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഫ്രോക്കിൻ്റെ ബോഡി പോർഷനായിട്ട് വരുന്നത്. അതായത് മേലെ ഭാഗം യോക്ക് പോർഷൻ ഇതാണ്. 2 പീസാണ് ഉള്ളത്. ഫ്രണ്ടും ബാക്കും സെയിം ഒരേ അളവിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഇതാണ് ഫ്രോക്കിൻ്റെ ഫസ്റ്റ് ടയറിന് വേണ്ടിയുള്ള പീസ്. 6 ഇഞ്ച് ലെങ്ത്തിലുള്ള 32 ഇഞ്ച് വീതിയുള്ള പീസാണിത്. അതായത് നിങ്ങൾക്ക് ഒരു സിംഗിൾ പീസ് 32 ഇഞ്ച് വീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ 2 പീസ് 16 ഇഞ്ചായിട്ട് എടുക്കാം. ഇത് 32 ഇഞ്ച് വീതിയുള്ള 6 ഇഞ്ച് ലെങ്ത്തിലുള്ള ഫസ്റ്റ് ടയറിൻ്റെ പീസാണിത്.
ഇത് സെക്കൻഡ് ടയറിന് വേണ്ടിയുള്ള പീസാണ്. ഇതിപ്പം കുറേ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ മാക്സിമം മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സെക്കൻഡ് ടയറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 64 ഇഞ്ച്, ടോട്ടൽ വീതി 64 ഇഞ്ചാണ് വരുന്നത്. ലെങ്ത്ത് ഫസ്റ്റ് ടയർ പോലെ തന്നെ 6 ഇഞ്ചാണ് വരുന്നത്. ഇതാണ് സെക്കൻഡ് ടയർ. മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ലാസ്റ്റ് ടയർ, അതായത് തേർഡ് ടയർ. ഇത് മൊത്തം വരുന്നത് ഒരു 104 ഇഞ്ച് വീതിയോളം വരുന്ന 6 ഇഞ്ച് ലെങ്ത്തിലുള്ള കുറേ പീസസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പീസസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 104 ഇഞ്ചോളം 104 ഇഞ്ചോളം വീതിയുള്ള പീസായിട്ട് കിട്ടും. ഇത് തേർഡ് ടയർ. എല്ലാ മെറ്റീരിയലും എല്ലാ പീസും എല്ലാ ടയറിൻ്റെ പീസസും ഓൾമോസ്റ്റ് സെയിം ലെങ്ത്തിലായതുകൊണ്ട് തന്നെ മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൻ്റെ മേലെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബോഡിയുടെ പീസും ടയറിന് വേണ്ടിയുള്ള പീസസും കൂടാതെ ബാക്കിയുള്ള മെറ്റീരിയലിൽ നിന്ന് ഞാൻ ബയാസ് പീസ് ഒരു 4ഓളം ബയാസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബയാസ് പീസ് വെച്ചിട്ടാണ് ആം ഹോൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ ബാക്കി വന്നതിൽ ഒരു 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ലെങ്ത്തിലുള്ളൊരു സ്ട്രെയിറ്റ് പീസ് ഉണ്ട്. ഇതിൽ നിന്നാണ് നെക്കിലേക്കുള്ള സ്ട്രാപ്പും കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ യോക്കിൻ്റെ മേലിൽ സ്ട്രാപ്പ് ഇടാൻ വേണ്ടി ഒരു പീസും കൂടി ആവശ്യമുണ്ട്. അത് രണ്ടും ഇതിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആദ്യം ഞാൻ യോക്ക് ബോഡി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ചേർത്ത് വെച്ച് 2 സൈഡും ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 സൈഡും ജോയിൻ ചെയ്ത ശേഷം ഞാൻ ഇതിങ്ങനെ തുറന്ന് കാണിച്ചു തരാം. 2 സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച ബയാസ് പീസ് എടുത്ത് 2 പീസായിട്ട് ഞാൻ ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ പീസ് ആക്കുന്നുണ്ട്. ആ ബയാസ് പീസ് വെച്ചിട്ട് വേണം ഈ ആം ഹോളിൻ്റെ സൈഡ് ഫിനിഷ് ചെയ്തെടുക്കാൻ, അതായത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ബാക്കി വന്ന മെറ്റീരിയലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ബയാസ് പീസ് എനിക്ക് ലെങ്ത്തിലല്ല, ചെറിയ 2 പീസ്, ചെറിയ 4 പീസായിട്ടാണ് എനിക്ക് ബയാസ് പീസ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പീസിനെ ജോയിൻ ചെയ്ത് ഒരു വലിയ പീസായിട്ടാണ് ഞാൻ ആം ഹോളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ഇതുപോലെ 2 ചെറിയ പീസിനെ ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ പീസാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിത് 2 ചെറിയ പീസ് ജോയിൻ ചെയ്തിട്ട് ഒരു വലിയ ബയാസ് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ 2ആയി മടക്കി, നല്ല വശം 2ആയി മടക്കിയിട്ട് ഈ സൈഡിൽ ഞാനൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബയാസ് പീസിന് ആം ഹോളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനു വേണ്ടി ഈ യോക്കിനെ ഇതുപോലെ തുറന്ന് വെച്ച്, ആം ഹോൾ നമുക്ക് റൗണ്ടിൽ കാണുന്നില്ലേ, ഇതുപോലെ റൗണ്ടിൽ നല്ല വശത്ത് ഇതുപോലെ ഈ പീസ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ റൗണ്ടിൽ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനങ്ങനെ 2 ആം ഹോൾ കർവും അതുപോലെ ബയാസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ യോക്കിൻ്റെ മേലെ ഭാഗം കൂടി ഒരു സ്ട്രാപ്പ് ഇടാൻ പാകത്തിൽ ഒരു 1.5 ഇഞ്ച് വീതിയുള്ളൊരു പീസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ മേലെ ഭാഗം ഒന്ന് മെഷർ ചെയ്യുന്നുണ്ട്. 7 ഇഞ്ചാണ് വരുന്നത്. ഇനി ഈ ബാക്കി വന്ന് ഈ പീസിൽ നിന്ന് 7 ഇഞ്ച് പ്ലസ് 2 സൈഡിലേക്കുള്ള തയ്യൽ തുമ്പ് അരയിഞ്ച് കൂട്ടി ഒരു 8 ഇഞ്ച് ലെങ്ത്തിൽ 1.5 ഇഞ്ച് വീതിയുള്ള 2 പീസ്, ഒരേപോലത്തെ 2 പീസ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചല്ല, 2 ഇഞ്ച് വീതിയുള്ള 8 ഇഞ്ച് ലെങ്ത്തിലുള്ള 2 പീസസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ 2 പീസിൻ്റെയും 2 സൈഡും 2 ചെറിയ സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് അടിക്കുന്നുണ്ട്. ഇത് 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് അടിച്ച ശേഷം ഈ പീസിൻ്റെ നല്ല വശവും യോക്കിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് ഈ സൈഡിൽ ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ പീസിൻ്റെ മറ്റേ വശം ഇതുപോലെ ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 ജോയിൻറ്റിൽ, അതായത് ഈ പീസും യോക്കും തമ്മിൽ ജോയിൻ ചെയ്ത് ഈ ജോയിൻറ്റ് ഇതുപോലെ മറിയും വിധത്തിൽ, ഉള്ളിലോട്ടാവും വിധത്തിൽ ഈ പീസിന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ മേലെ സ്റ്റിച്ച് വരാൻ പാടില്ല, ഇതുപോലെ താഴെ വേണം സ്റ്റിച്ച് ഇടാൻ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കൂടി സ്ട്രാപ്പ് ഇടാൻ പറ്റത്തുള്ളൂ. ഞാനങ്ങനെ യോക്കിൻ്റെ മറ്റേ സൈഡും കൂടി പീസിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് യോക്കിൻ്റെ താഴെയുള്ള, അതായത് ഫ്രോക്കിൻ്റെ താഴെ പോർഷൻ, ബാക്കിയുള്ള ടയറാണ് ഞാൻ അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഫസ്റ്റ് ടയർ സൈഡ് ജോയിൻ ചെയ്ത ശേഷം യോക്കിൽ വെച്ച് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ യോക്കിൻ്റെ താഴെയായിട്ടാണ് റൗണ്ടിൽ ഞാൻ ഈ ഫസ്റ്റ് ടയർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് സെക്കൻഡ് ടയറും സെക്കൻഡ് ടയറിൻ്റെ താഴെയായിട്ട് തേർഡ് ടയറും ഞാൻ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കാണാൻ. ഇതിപ്പോൾ പുതിയ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നത്. ഇതൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുറച്ചും കൂടി ഫ്ലോയി ആയിട്ട് നിൽക്കും. ഈ ഫ്രോക്കിൻ്റെ താഴെ ഭാഗം ഞാനൊരു 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് അടിക്കുന്നുണ്ട്. ഇനി നെക്കിലേക്ക്, ഇതിൽ കൂടെ നെക്കിലേക്ക് വേണ്ടിയുള്ള സ്ട്രാപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് നേരത്തെ ഫ്രോക്ക് കട്ട് ചെയ്തതിൽ ബാലൻസ് ഉണ്ടായ ഈ പീസ് ഉണ്ടല്ലോ, ഇതിൽ നിന്നാണ് ഞാൻ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ യോക്കിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഒരു സൈഡിൽ കെട്ടുന്ന വിധത്തിലാണ് ഇതിൻ്റെ സ്ട്രാപ്പ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ലെങ്ത്തിൽ ഞാൻ ഈ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത്ര വീതിയുടെ ആവശ്യം എനിക്കില്ല, അതുകൊണ്ട് തന്നെ 1.5 ഇഞ്ച് വീതിയിൽ ഞാൻ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയും 35-36 ഇഞ്ചോളം ലെങ്ത്തിലുള്ള പീസാണ് ഞാൻ സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതാണ് ഫ്രോക്കിൻ്റെ നെക്കിലേക്ക് വേണ്ടിയുള്ള സ്ട്രാപ്പ് ഞാൻ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ ഫ്രോക്കിൻ്റെ ഈ യോക്കിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് വേണം ഒരു സൈഡിൽ കെട്ടാൻ. സ്ട്രാപ്പിന് ഇച്ചിരി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രാപ്പിൻ്റെ 2 എൻഡിലും ഇതുപോലെ ചെറിയ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.